الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. സൂറത്തു യാസീനിലെ രണ്ടാമതായി പറഞ്ഞ ആദ്യമായി അതിൻ്റെ ഒന്നാമത്തെ കുറച്ച് ആയത്തുകൾ അവിശ്വാസികൾക്ക് എത്ര ഖുർആൻ കേൾപ്പിച്ചാലും നല്ലത് കേൾപ്പിച്ചാലും അവർ വിശ്വസിക്കുകയില്ല. അവരുടെ മുന്നിലും പിന്നിലും എന്തോ ഒരു മറ വീണ പോലെയായിരിക്കും. അവർ പോകുന്ന വഴിക്കല്ലാതെ പുതിയ ഒരു മാർഗം സ്വീകരിക്കാനോ ഹിദായത്ത് കാണാനോ കേൾക്കാനോ അവർക്ക് കഴിയാതെ വന്നിരിക്കുന്നു എന്നാണ്. രണ്ടാമത് അതിന് ഉപോത്ബലകമായിട്ടാണ് ഒരു അസ്ഹാബുൽ ഖറിയത്തിനെ പറ്റി അള്ളാഹു പറഞ്ഞത്. 2ഉം 3ഉം പ്രവാചകന്മാർ വന്ന് പ്രബോധനം നടത്തിയിട്ടും ഒരു മാറ്റവും വരാത്ത ഒരു സമൂഹം, അവരെ അള്ളാഹു തആല ശിക്ഷിച്ചു. ഒരു വലിയ ഘോരമായ ശബ്ദം കൊണ്ട് ശിക്ഷിച്ചു. എന്നിട്ടോ ആ ശിക്ഷയിൽ അവർ തകർന്നു പോയി, അതിൽ അവർ പരാജയപ്പെട്ടു പോയി. അപ്പം ഇതൊക്കെയുള്ള നമുക്കുള്ള ഒരുപാട് പാഠങ്ങൾ ഇതാണ്. അതായത് നമ്മുടെ മുമ്പിൽ ഒരു മറ ഉണ്ടാവരുത്. സത്യം കേൾക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ എൻ്റെ പാർട്ടി, എൻ്റെ സമ്പത്ത്, എൻ്റെ കച്ചവടം, അതൊന്നൊരു മറയായി നിൽക്കരുത്. സത്യത്തിൻ്റെ മുമ്പിൽ, നേരിൻ്റെ മുമ്പിൽ, പടച്ചവൻ്റെയും അള്ളാഹിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനയ്ക്ക് മുമ്പിൽ മുന്നിലും പിന്നിലും നമുക്കൊരു മറയുണ്ടാവരുത്. ആ മറ പൊളിച്ച് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, സാദിഖീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെപ്പോഴും ആയിരിക്കണം, സത്യം പറയുന്നവരുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞ കാര്യം. അങ്ങനെ ഒരു മറവെച്ച് നമ്മൾ തോന്നിയതേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ പ്രബോധനം ആവർത്തിച്ച് കേട്ടിട്ടും നമ്മൾ മാറുന്നില്ലെങ്കിൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കും. ആ ശിക്ഷ എങ്ങനെയാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അസ്ഹാബുൽ ഖറിയത്തിന് വന്ന ശിക്ഷ ഒരു വലിയ ഘോര ശബ്ദം കൊണ്ട് അവർ മരിച്ചുപോയതായിരുന്നു. അപ്പോൾ അതല്ലാത്ത മറ്റു ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷ അള്ളാഹു നമുക്ക് നൽകും എന്ന് അത് ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഖേദിച്ച് മടങ്ങിയിട്ട് കാര്യമില്ല. ഈമാനുൽ ബഅ്സ്, അതായത് ശിക്ഷ വരുമ്പോണ്ടാവുന്ന ഈമാനിന് ഒരു കാര്യം കിട്ടൂലെന്ന്. ഈ ഫിർഔന് പോലും ശിക്ഷ വന്നപ്പോൾ മൂമിനായല്ലോ. ഞാൻ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ശിക്ഷ വന്നപ്പോഴാണ് പറഞ്ഞത്. അതുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ മുമ്പ് ശിക്ഷ എത്തുന്നതിൻ്റെ മുമ്പ് നമ്മൾ വിശ്വാസത്തിലേക്ക് മടങ്ങണം. അതാണ്
കുറേ ആയത്തുകളിലായി 10-30ഓളം ആയത്തുകളിലായിട്ട് പറഞ്ഞത്. ഇനി അള്ളാഹു തആല ചില ആയത്തുകൾ പറയാണ്. നമ്മൾ സൂറത്തു റൂമിലെ കുറേ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളായിട്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. അള്ളാഹു തആലാൻ്റെ ആയത്ത് പറഞ്ഞു 6 അവിടെ തുടരെ പറഞ്ഞിട്ടുണ്ട്. ഒമിന്നായാത്തിഹി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. മണ്ണിൽ നിന്ന് മനുഷ്യനെപ്പോലെയുള്ള ഒരു ജീവിയെ സൃഷ്ടിക്കാൻ മറ്റാർക്കും കഴിയില്ല. അത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. നമ്മളൊക്കെ ശരീരം മണ്ണായാൽ നമ്മൾ മണ്ണ് തുടച്ച് കളയും. പക്ഷേ നമ്മളെ ശരീരമോ മണ്ണാണ്. അതൊരു ജീവൻ പോയാൽ വലിയ അവധിയൊന്നുമില്ലാതെ അത് മണ്ണായി മാറും. അപ്പോൾ നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നെ നിങ്ങൾ മനുഷ്യന്മാരായി നാടിൻ്റെ പല ഭാഗത്തും സുമൈദാനത്തും ബശറും തന്തശറും പല ഭാഗത്തും വ്യാപിച്ചിരിക്കുന്നു. എല്ലാവരും ആദമിൻ്റെ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാവും. തുർമുദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നുമാണ് അതിൻ്റെ മണ്ണെടുത്തത് എന്ന്. അപ്പം അതുകൊണ്ട് മനുഷ്യന്മാർ പല ജാതിയാണ്. ഓരോ നാടിനും ആഫ്രിക്കൻ ഭൂമിക്ക് പറ്റിയ അവിടുത്തെ മനുഷ്യന്മാർ, ഉഷ്ണകാലത്തേക്ക് പറ്റിയ മനുഷ്യന്മാർ, ശൈത്യകാലത്തേക്ക് പറ്റിയ മനുഷ്യന്മാർ, പല തരത്തിലും ഏത് മണ്ണിനും പറ്റിയ മനുഷ്യന്മാരാണ് ആ മണ്ണിൽ വളരുന്നത്. അപ്പോൾ അങ്ങനെ ലോകത്ത് ബശറുൻ തന്തശറൂൻ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലായി വ്യത്യസ്ത രാജ്യങ്ങളിലായി മനുഷ്യന്മാർ വ്യാപിച്ചു. അത് അള്ളാഹുവിന് മാത്രം കഴിയുന്നൊരു പണിയാണ്. വേറെ മനുഷ്യനെ കൊണ്ടൊന്നും ഇങ്ങനെയുള്ള ഒരു സൃഷ്ടിപ്പിന് കഴിയൂല. അള്ളാഹുവിൻ്റെ ആയത്താണ്. രണ്ടാമത്തേത് പറഞ്ഞത് നിങ്ങളുടെ ഇണകൾ നിങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാക്കി. ഏതോ ഒരു പെണ്ണ് ഏതോ ഒരാണ്, രണ്ടുപേരും കൂടി ഭാര്യാഭർത്താക്കന്മാരാകുന്നത് ഒരു വാക്കാലാണ്. ഞാൻ കെട്ടിച്ചു തന്നു, ഞാൻ കെട്ടി. ആ ഒരു വാക്കിന്മേൽ രണ്ടുപേരും മനസ്സൊന്നാകുന്നു, ശരീരമൊന്നാകുന്നു, പരസ്പരം മവദ്ദത്തും റഹ്മത്തുമുള്ള ഒരു കുടുംബങ്ങളായി മാറുന്നു. അത് പടച്ചോൻ മാത്രം തരുന്നതാണ്. ഭാര്യമാരും ഭർത്താക്കന്മാരും തമ്മിലുള്ള സ്നേഹബന്ധം അങ്ങാടിയിൽ നിന്ന് വില കൊടുത്താൽ കിട്ടുന്നതല്ല. സമ്പത്തും സൗന്ദര്യവും തറവാടും ഉണ്ടായതുകൊണ്ട് കിട്ടുന്നതല്ല. അത് പടച്ചോൻ തരേണ്ടതാണ്. രണ്ടു കൂട്ടർക്കുമിടയും മനസ്സിൽ മവദ്ദത്തും റഹ്മത്തും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു അമാനുഷികമായ കഴിവ്, മനുഷ്യന്മാർക്ക് കഴിയാത്ത ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു തആല പറഞ്ഞത് അതാണ്. അതുപോലെ തന്നെ ഖൽഖുസ് സമാവാത്തി വൽ അർളി വഖ്തിലാഫു അൽവാനിക്കും വ അൻഫുസിക്കും വ അൽസിനത്തിക്കും വഖ്തിലാഫു അൽസിനത്തിക്കും വ അംവാലിക്കും. നിങ്ങളെ സൃഷ്ടിച്ചിട്ട് വിവിധങ്ങളായ ഭാഷക്കാർ, മനുഷ്യർ ഉമ്മവറ്റ മക്കളാണ്. പക്ഷേ വിവിധ നാടുകളിൽ വിവിധ പ്രദേശങ്ങളിൽ വിവിധ ഭാഷ സംസാരിക്കുന്നു. വിവിധ നിറങ്ങൾ, 1000 ആൾ കൂടിയാൽ 1000 തൊലിയുടെ നിറമാണ്. മൊത്തത്തിൽ കറുപ്പ്, വെളുപ്പ്, ചുവപ്പ് എന്ന് പറയുമെങ്കിലും 1000 വൈവിധ്യങ്ങളാണ് ആ നിറങ്ങൾക്കുള്ളത്. അതുപോലെ ആയിരക്കണക്കിന് ഭാഷകളിലാണ് മനുഷ്യൻ സംസാരിക്കുന്നത്. അത് പടച്ചോൻ കൊടുത്തൊരു കഴിവാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. അതുപോലെ രാത്രി ഉറങ്ങുന്നു, ഉറങ്ങിയാൽ ക്ഷീണങ്ങളൊക്കെ അകന്നു പോകുന്നു, നമ്മളെല്ലാം മറക്കുന്നു. അങ്ങനെയുള്ള ഉറക്ക് അത് പടച്ചോൻ തരുന്നതാണ്. ഉറക്ക് പടച്ചോൻ ഒഴിവാക്കിയാൽ പിന്നെ നമുക്ക് കഴിയില്ല. അതുപോലെ ഇടിമിന്നലിനെ കാണുന്നു, ആകാശത്ത് നിന്ന് മഴ ഇറക്കിത്തരുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന ദൃഷ്ടാന്തങ്ങളാണ് താഴെ പറയുന്നത്. ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ ആയത്ത് എന്നുള്ള അർത്ഥം പറയാറുണ്ട്. ഖുർആൻ്റെ ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് അള്ളാഹുവിൻ്റെ ഒരു ആയത്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. മനുഷ്യന്മാർക്ക് അങ്ങനെ ഒരു വചനം പറയാൻ കഴിയൂലെന്ന്. ഖുർആനിലുള്ള പോലെ ഒരു വചനം മനുഷ്യന്മാർ ആ ഭാഷയിൽ ജനിച്ച ആളുകൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു ദൃഷ്ടാന്തമാണ്. പിന്നെ സൂര്യൻ ദൃഷ്ടാന്തമാണ്, ചന്ദ്രൻ, കാറ്റ്, മഴ ഒക്കെ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. അതാ പറയുന്നത്. അതായത് മനുഷ്യന്മാർക്ക് കഴിയാത്ത കാര്യം. ആയത്തുല്ലഹും അൽ അർളു, അവർക്കൊരു ദൃഷ്ടാന്തമാണ്. അൽ അർളുൽ മൈത്തത്തു,
നിർജീവമായി കിടക്കുന്ന ഭൂമി. മൈത്തത്ത് എന്ന് പറഞ്ഞാൽ ശവം എന്നർത്ഥമുണ്ട്. സൂറത്തു അന്നാമിൽ നമ്മൾ പഠിച്ച് ഓർമ്മ ഉണ്ടാവും. അള്ളാഹു താല മൈത്തത്ത് ഹറാമാക്കി, ശവം. അപ്പോൾ അൽ അർളുൽ മൈത്തത്തു എന്ന് പറഞ്ഞാൽ അൽ അർളുൽ മയ്യിത്തു എന്ന്. വേറെ ചില സ്ഥലങ്ങളിൽ ഖുർആൻ പ്രയോഗിച്ചത് അൽ അർളുൽ മയ്യിത്തു എന്ന്. മയ്യിത്തായ ഭൂമി എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത നിശ്ചലമായ ഭൂമി. ഭൂമിയുടെ നിശ്ചലത എന്ന് പറയുന്നത് ഭൂമി ചലിക്കുന്നില്ല എന്ന അർത്ഥത്തിലല്ല. ഭൂമി മഴ പെയ്ത് അതിൽ പുല്ലും കാടും മരങ്ങളും പുഷ്പങ്ങളും വെള്ളവും ജീവജാലങ്ങളും ഒക്കെയുള്ള ഒരു ഭൂമിക്കൊരു ജീവൻ വെക്കുക എന്ന് പറയുമ്പോൾ പൂമ്പാറ്റകളും വണ്ടുകളും ഈ മറ്റു ജീവികളും ഈ വിരകളും എല്ലാം ഭൂമിയിൽ ഉണ്ടാവണമെങ്കിൽ, അതുപോലെ പൂക്കളും ചെടികളും ഉണ്ടാവണമെങ്കിൽ മഴ പെയ്തിട്ട് ജീവൻ വെക്കണം. അൽ അർളുൽ മൈത്തത്തു, അതാണ് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. അൽ അർളുൽ മൈത്തത്തു, നിർജീവമായ ഭൂമി. അഹ്യൈനാഹ, അതിനെ നാമാണ് ജീവിപ്പിച്ചത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും എത്ര നമ്മൾ നനച്ചു കൊടുത്താലും വരണ്ട ഭൂമി അങ്ങനെ തന്നെ കിടക്കും. തൽക്കാലം എന്തെങ്കിലും ഒരു ഈർപ്പമുണ്ടാവുമെന്നല്ലാതെ, കൃത്രിമമായ മഴ പെയ്യിപ്പിച്ചാലും തൽക്കാലം ഒരു ഈർപ്പം കിട്ടും എന്നതല്ലാതെ, അതൊരു അലങ്കാരത്തിന് നമുക്ക് കാണാമെന്നല്ലാതെ ശാശ്വതമായി ഭൂമിയിൽ, വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ വെള്ളം ഉണ്ടാകാനോ അല്ലെങ്കിൽ അതിലുള്ള ചെടികളുണ്ടായി അതിന് ജീവൻ വെക്കാനോ കാരണമല്ല. അത് പടച്ചോൻ മാത്രം ചെയ്തിട്ട് വേണം. മഴയെ നമ്മൾ ആശ്രയിക്കുന്നത് അള്ളാഹുവിൽ മാത്രമാണ്. അതാണ് അഹ്യൈനാഹ, അതിനെ നാം ജീവിപ്പിച്ചു. അഖ്റജ്നാ മിൻഹ, അതിൽ നിന്ന് നാം ഉൽപ്പാദിപ്പിച്ചു, പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ ഭൂമിക്കുള്ളിലാണ് ഈ വിത്തുകളും ചെടികളുടെ അംശങ്ങളുള്ളത്. അതിനെ ഞാൻ പുറത്തേക്കെടുത്തു. ഹബ്ബൻ വ അഖ്റജ്നാ മിൻഹ ഹബ്ബൻ, ആ ഭൂമിയിൽ നിന്ന് വിത്തുകളെ നാം പുറത്തു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ വിത്തുകൾ അതിങ്ങനെ മുളകളായിട്ട് പുറത്തു വന്നു. നമുക്കറിയാത്ത ഭൂമിക്കുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വിത്തുകളും നമ്മൾ വിതച്ച് മണ്ണിൻ്റെ അടിയിലേക്ക് മൂടിക്കളഞ്ഞ വിത്തുകളും അല്ലാഹു തആല പുറത്തു കൊണ്ടുവന്നു. അഖ്റജ്ന, നാമാണ് അതിനെ പുറത്തു കൊണ്ടുവന്നത് എന്ന്. അപ്പോൾ പടച്ചോനാണ്, നമുക്ക് കുഴിച്ചിടാനേ പറ്റുള്ളൂ. അത് മുളപ്പിക്കണമെങ്കിൽ പടച്ചോൻ വേണം. അത് നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതാണ്, അത് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. ഫമിൻഹു വഅഖ്റജ്നാ മിന്നാ ഹബ്ബൻ, ഹബ്ബ് എന്ന് പറഞ്ഞാൽ വിത്ത്, ധാന്യം എന്നൊക്കെ അർത്ഥം. ഹബ്ബ്, ഹുബ്ബ് എന്ന് പറഞ്ഞാൽ സ്നേഹം. ഹാഇന് ലമ്മാണെങ്കിൽ സ്നേഹം. ഹബ്ബ് എന്ന് പറഞ്ഞാൽ വിത്ത്, ധാന്യം. ഹബ്ബത്ത് എന്ന് പറഞ്ഞാലും ഒരു ധാന്യത്തിൻ്റെ മണി, ഒരു താഴ് കൂടി ചേർത്ത ഹബ്ബത്ത്, ധാന്യമണി. അത് ഇപ്പോഴത്തെ അറബി ഭാഷയിൽ ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ടാബ്ലറ്റിനും ഹബ്ബത്ത് എന്ന് പറയും. കാരണം ഒരു എന്തിൻ്റെ ഒരു പയറ് വിത്ത് പോലെയാണല്ലോ ഒരു ടാബ്ലറ്റ്, അതുകൊണ്ടായിരിക്കണം ഹബ്ബത്ത് എന്ന് പറയുന്നുണ്ട്. ഹബ്ബത്ത് ധാന്യ ഗുളിക എന്ന അർത്ഥത്തിൽ. അതൊരു അതിൻ്റെ അസല് അർത്ഥമല്ല. ഹബ്ബ് എന്ന് പറഞ്ഞാൽ ധാന്യം. ഹബ്ബ് വഅഖ്റജ്നാ മിന്നാ ഹബ്ബൻ, ഭൂമിയിൽ നിന്ന് നാം ഹബ്ബ് ഉണ്ടാക്കി. ഖുർആനിലെ സൂറത്ത് താരിഖിലുണ്ടല്ലോ, സമായു താരിഖ് മാദറാക മത്താരിഖ് അന്നജ്മു സാഖിബ് ഇൻകുല്ലു നഫ്സി, അതിൽ വൽ അർളി ദാത്തി സദഇ എന്ന, പൊട്ടിപ്പിളരുന്ന ഭൂമി എന്നാണ് പറഞ്ഞത്. പൊട്ടിപ്പിളരുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നഖം കൊണ്ട് നുള്ളിയാൽ എളുപ്പത്തിൽ കിട്ടുന്ന വളരെ ലോലമായ ദുർബലമായ ഒരു മുള, ഒരു വിത്തിൻ്റെ മുള. പക്ഷെ ആ മുളയാണ് ഭൂമിയെ പിളർത്ത്, ഉറപ്പുള്ള ഭൂമിയെ, മണ്ണിനെ പിളർത്ത് പുറത്തേക്ക് വരുന്നത്. അഖ്റജ്ന എന്നതിൻ്റെ അത്ഭുതം മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഒരിക്കലും കൊത്തിയാൽ പോലും പറ്റാത്ത ഉറപ്പുള്ള പാറ പോലെ ഉറച്ച ഭൂമി. ആ ഭൂമിക്കുള്ളിൽ നിന്ന് ഒരു ചെറിയ നഖം എടുത്ത് നുള്ളിയാൽ പോലും കിട്ടുന്ന അത്രയും ഉറപ്പ് കുറഞ്ഞ ഒരു മുള, ആ ഉറപ്പുള്ള മണ്ണിനെ പിളർത്തുന്നത്, ആ മുളയല്ല പിളർത്തുന്നത്, പടച്ചവൻ ആ മുളയെ അഖ്റജ്നാ മിൻഹ, അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള അള്ളാഹുവാണ് ഭൂമിയെ പിളർത്തിക്കൊടുക്കുന്നത് എന്ന്. അപ്പോൾ ഭൂമിയിൽ കാണുന്ന കോടാനുകോടി ചെടികളും വിത്തുകളും മുളച്ചു പൊങ്ങുമ്പോൾ അവിടെയൊക്കെ അള്ളാഹു തആല മണ്ണിനെ
പിളർത്തി കൊടുക്കുന്നു. അത് പഠിച്ചവന് മാത്രം കഴിയുന്ന പണിയാണ്. വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ, എന്നിട്ട് ഫമിൻഹു യഅ്കുലൂൻ, ആ ഹബ്ബിൽ നിന്ന് പലതും അവർ തിന്നു. മിൻഹു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന്, യഅ്കുലൂൻ ആ മനുഷ്യന്മാർ തിന്നുന്നു. എല്ലാ വിത്തും നമ്മൾ തിന്നുന്നില്ല. അത് നമ്മുടെ ശരീരത്തിനും ഓരോ പ്രദേശത്തെയും ഓരോ ഭൂഖണ്ഡങ്ങളിലുമുള്ള മനുഷ്യന്മാരുടെ ശരീരത്തിൻ്റെ പ്രകൃതത്തിനനുസരിച്ച് പല വിത്തും തിന്നുന്നു. നമ്മൾ തിന്നാത്ത പല വിത്തുകളും മറ്റു പല സ്ഥലത്തും തിന്നുന്നുണ്ട്. നമ്മൾ തിന്നാത്തത് തിന്നുന്നു, നമ്മൾ തിന്നുന്നത് തിന്നാതിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്നാണ്, ആ വിത്തുകളിൽ നിന്ന് അവർ തിന്നുന്നു പലതും. പിന്നെ ഇനി തീരെയും ആരും തിന്നാത്ത വിത്തുകളുണ്ടല്ലോ, അത് അള്ളാഹു തആല ഇറക്കി തന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അതായത് മനുഷ്യന്മാർക്ക് അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു പോകാനും അള്ളാഹുവിനെ ഭയപ്പെടാനും വേറെ ഇൽമും ശാസ്ത്രവും ചിന്തയൊന്നും ആവശ്യമില്ല. അവൻ്റെ കൺമുമ്പിൽ കാണുന്ന ഒരു തുവരയും ഒരു അപ്പച്ചെടിയും മാത്രം മതി മനുഷ്യന്മാർക്ക്, അല്ലെങ്കിൽ ഒരു നെല്ലിൻ്റെ കതിര് മതി മനുഷ്യന് അള്ളാഹുവിൻ്റെ കഴിവ് അളക്കാനും അള്ളാഹുവിങ്കലേക്ക് വിനയപ്പെട്ടു പോകാനും എന്നാണ് ഇതിൽ കൂടി പഠിപ്പിക്കുന്നത്. പിന്നെ വജഅൽനാ ഫീഹാ ജന്നാതിൻ മിൻ നഖീൽ, വജഅൽനാ ഫീഹാ ആ ഭൂമിയിൽ നാം ഉണ്ടാക്കി അല്ലെങ്കിൽ സൃഷ്ടിച്ചു. ജഅല എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി എന്നർത്ഥമുണ്ട്, ആക്കി എന്നൊരർത്ഥമുണ്ട്, സൃഷ്ടിച്ചു എന്നർത്ഥമുണ്ട്. അതൊക്കെ ഇതിൽ തന്നെ. ആ ഭൂമിയിൽ നാം ഉണ്ടാക്കി ജന്നാത്തിൻ ജന്നത്തുകൾ, തോട്ടങ്ങൾ, മിൻ നഖീലിൻ ഈത്തപ്പനയുടെ, വ അയനാബിൻ മുന്തിരികളിൽ നിന്നും ഈത്തപ്പനകളിൽ നിന്നുമുള്ള തോട്ടങ്ങൾ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ. പ്രധാനപ്പെട്ട ഖുർആനിൻ്റെ സംബോധിതരായ ആളുകളുടെ കൺമുമ്പിൽ കാണുന്ന രണ്ട് തോട്ടങ്ങളാണ് മുന്തിരിത്തോട്ടവും ഈത്തപ്പനത്തോട്ടവും. നമ്മൾ കാണുന്ന തരത്തിൽ റബ്ബർ തോട്ടവും ചായക്കോയും കാപ്പിത്തോട്ടമൊന്നും ഓൽക്കറിയില്ല. ഓൽക്ക് കാണുന്നത് അങ്ങനെയാണല്ലോ, അറിവുള്ള പരിചയമുള്ളതിൽ നിന്ന് പരിചയമില്ലാത്ത ആശയങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയാണ് അല്ലാഹു തആല. അവർക്ക് പരിചയമുള്ള തോട്ടങ്ങൾ അത് ഈത്തപ്പനയും ഇതുമാണ്. ഇനി മിഡിൽ ഈസ്റ്റ് ആ പ്രദേശങ്ങൾ, ബൈത്തുൽ മുഖദ്ദസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവിടെ റുമ്മാന് പറയുന്നുണ്ട്, തുഫാഹ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ അത്തി പറയുന്നുണ്ട്, സെയ്ത്തൂന് പറയുന്നുണ്ട്. അവിടെ ആ പ്രദേശത്തുള്ള അവിടെ പറയുന്നു. ഇവിടെ ഖുർആന് ഇവരുടെ മുമ്പിൽ മക്കക്കാരോട് പറയുന്നത് വ അയനാബിൻ നഖീലും വ അയനാബിൻ. നഖീൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പന എന്നുള്ള അർത്ഥം, പന എന്നാ നഖിൽ എന്ന് പറഞ്ഞാൽ. നഖിൽ എന്ന് പറഞ്ഞാൽ പന. നമ്മുടെ നാട്ടിലെ പന വേറൊന്നാണ്, അവരുടെ പന ഈന്തപ്പനയാണ്. ഈന്തപ്പനയും വ അയനാബിൻ, ഐനബ് മുന്തിരി, ഐനാബ് മുന്തിരികൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മുന്തിരികളും നാം ഉണ്ടാക്കി. വഫജ്ജർനാ ഫീഹാ, ഇതിൽ നാം ആ ഭൂമിയിൽ നാം പൊട്ടി ഒഴുക്കി അല്ലെങ്കിൽ ഒഴുക്കി, മിനൽ ഒയൂൻ അരുവികളിൽ നിന്നുള്ള പലതിനെയും, പല അരുവികളെയും. അൽ ഒയൂൻ ഐന് എന്നുള്ളതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം കണ്ണ് എന്നാണ്. വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണ് എന്നർത്ഥമുണ്ട്. മറ്റൊന്ന് ഐന് എന്ന് പറഞ്ഞാൽ ചാരൻ എന്നർത്ഥമുണ്ട്, ചാരപ്പണി എടുക്കുന്ന ആൾ. അതും ഒരു കണ്ണ് തന്നെയാണ്, നമ്മൾ കാണാത്ത ഒരു കണ്ണാണല്ലോ ചാരക്കണ്ണ് എന്ന് പറയുന്നത്, ആ അർത്ഥത്തിലാണ്. ഐന് എന്ന് പറഞ്ഞാൽ ശരീരം എന്നുള്ള അർത്ഥമുണ്ട്. മനുഷ്യൻ്റെ തടിക്ക് ജിസ്മ് എന്ന് പറയുന്നതിന്, ബദന് എന്ന് പറയുന്നതിന് ഐന് എന്ന് പറയും. അതിൻ്റെ മറ്റൊരു ഇപ്പോഴത്തെ കാലത്തെ ഒരു അർത്ഥമാണ് ഐന് എന്ന് പറഞ്ഞാൽ സ്പെസിമെൻ എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഒന്നിൻ്റെ സ്പെസിമെനായിട്ട് കാണിച്ചു കൊടുക്കുന്നത് ഐന് എന്ന്. അത് പണ്ടുള്ള അർത്ഥമല്ല, ഇപ്പോൾ വന്ന ഒരർത്ഥമാണ്. അതിൽപ്പെട്ട മറ്റൊരർത്ഥമാണ് ഐന്, അരുവി എന്ന് പറയുന്നത്. അരുവി അൽ ഐൻ എന്ന് UAE ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ. അതിൻ്റെ പേര് വരാനുള്ള കാരണം അവിടെ ഒരു വലിയ അരുവി ആ നാട്ടിൽ കൂടി ഒന്നിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഫലജ് പ്രദേശത്ത് നിന്ന്. അപ്പോൾ അതാണ് ഒയൂൻ എന്ന് പറഞ്ഞാൽ ഐനുകൾ. ഫജ്ജറ പൊട്ടി ഒഴുക്കി, ഫജ്ജറ. ഫജ്ർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശം പൊട്ടി വിടരുക എന്നാണ്. അതാണ് ഫജ്ർ. പ്രകാശം കിഴക്കുഭാഗത്ത് പ്രകാശം പൊട്ടി വിടരുന്നതിനാണ് ഫജ്ർ എന്ന് പറയാം. ഫജ്ജറ എന്ന് പറഞ്ഞാൽ പൊട്ടി വിടർത്തി എന്ന് പറഞ്ഞാൽ ഭൂമിക്കുടെ ഉള്ളിൽ എത്രയോ മീറ്ററുകളും അടികളും ഉള്ളിലുള്ള, ഭൂമിക്കുള്ളിലുള്ള വെള്ളം അതിശക്തമായി
പുറത്തേക്ക് പൊട്ടി ഒഴുകി അതിൽ നിന്നാണ് അരുവികളും പുഴകളൊക്കെ ഉണ്ടാകുന്നത്. അത് ഞാനാണ് ചെയ്തത് എന്നാ. ഭൂമിയിൽ നിന്ന് അരുവി ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല, അത് മനുഷ്യനെ കൊണ്ട് കഴിയൂല. അത് അള്ളാഹു മനുഷ്യൻ്റെ കൺമുമ്പിൽ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്നതും മനുഷ്യന് വേണ്ടി അള്ളാഹു ചെയ്തു വെച്ചതുമായ അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരാണ്. അത് കണ്ടിട്ട് അതിൽ കൂടി വേണം നമ്മൾ പടച്ചോനെ കാണാൻ, അള്ളാഹുവിനെ അറിയാൻ. ഓ ഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, ആ ഭൂമിയിൽ നാം ഐനുകളെ ഉണ്ടാക്കി, അരുവികളെ ഉണ്ടാക്കി. എന്തിന്? ലിയഅ്കുലൂ, അപ്പോൾ മഴ പെയ്യിച്ചു, അതിൽ കൃഷി ഉണ്ടായി, ധാന്യങ്ങളുണ്ടായി, അതിൽ തോട്ടങ്ങളുണ്ടായി, അതിൽ അരുവികളുണ്ടായി. എന്തിന്? ലിയഅ്കുലൂ, അവർ തിന്നാൻ വേണ്ടി. ലി വേണ്ടിയാണ്, സബബ കാരണം, തിന്നാൻ. മിൻ സമരിഹി, അതിൻ്റെ കായ്ക്കനികൾ തിന്നാൻ വേണ്ടി. പിന്നെ ഉമാ അമിലത്തുഹു ഐദീഹിം, ഇതൊന്നും അവരുടെ കൈകൾ ഉണ്ടാക്കിയതല്ല. അവിടെയാണ് അല്ലാഹു തആല നമുക്ക് നൽകുന്ന ആ ഒരു താക്കീത്. നിങ്ങൾ തിന്നുന്ന സാധനമൊന്നും നിങ്ങളുണ്ടാക്കിയതല്ല. ഒമാ അമിലത്തുഹു, അതിനെ അമല് ചെയ്തുണ്ടാക്കിയിട്ടില്ല. ഐദീഹിം, അവരുടെ കൈകൾ. അപ്പോൾ നമ്മളല്ല, നമ്മൾ കുഴിച്ചിടാനും വളർത്തൊടുക്കാനും വെള്ളം ചേർത്ത് കൊടുക്കാനും ഒക്കെ, വളം ചേർത്ത് കൊടുക്കാനും വെള്ളം പറന്നു കൊടുക്കാനേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. പക്ഷേ എത്രയോ കൃഷികൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഉണ്ടാവുന്നില്ലല്ലോ. എന്നാൽ ആ അല്ലാഹു തആല നിങ്ങളെ കൈ കൊണ്ട് ചെയ്തതല്ല. സമറിൽ നിന്ന് തിന്നുക എന്ന് പറയുമ്പോൾ അതിൽ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഒരേ വെള്ളം ഒരേ ധാതു ലവണങ്ങളുള്ള മണ്ണ് ഒരേ ധാതു ലവണങ്ങളാണ്, വെള്ളം ഒരേ തരത്തിലുള്ള ലവണങ്ങളുള്ള വെള്ളമാണ്. പക്ഷേ അതിൽ നിന്ന് എത്രയോ സമറുകൾ, പല വർണ്ണത്തിലും രുചിയിലും വലിപ്പത്തിലുമുള്ള പല തരത്തിലുള്ള ഫലങ്ങളും അവർ പിന്നെ അനുഭവിക്കുന്നുണ്ട്. അതൊന്നും ഓല കൈകൊണ്ടുണ്ടാക്കിയതല്ല. ധാന്യമാണെങ്കിൽ ഇതിനെപ്പറ്റിയാണ് പറഞ്ഞത്. ഏത് ധാന്യം നമുക്ക് വേണമെങ്കിൽ അത് ഇടിച്ചും പൊടിച്ചും വേവിച്ചും തിന്നേണ്ടി വരും. പക്ഷേ കായ്ക്കനികൾ ഒമാഅമലത്തുഹു ഐദീഹിം, ചില മുഫസ്സിറുകൾ പറയുന്നത് കായ്ക്കനികളെ പറ്റിയാണ് അല്ലാഹു തആല ഒമാഅമലത്തുഹു ഐദീഹിം, അവരുടെ കൈകളൊന്നും അതിൽ ചെയ്തിട്ടില്ല പറഞ്ഞാൽ അത് വേവിക്കണ്ട, അതിലൊന്നും വേറെ ചേർത്ത് കൊടുക്കണ്ട, നേരെ എടുത്ത് അവർക്ക് തിന്നാവുന്നതാണ്. എല്ലാ പഴങ്ങളും, ഭൂരിപക്ഷം പഴങ്ങളും ഭൂമിയിൽ നമുക്ക് നേരെ വേവിക്കാതെ മറ്റൊന്നും ചെയ്യാതെ എടുത്തിട്ടങ്ങോട്ട് തിന്നാം, നേർക്കുനേരെ തിന്നാം. അങ്ങനെയുള്ള ധാരാളം സമറുകൾ അല്ലാഹു തആല അവർക്ക് ഭൂമിയിൽ ഉണ്ടാക്കി കൊടുത്തു. ഇതൊന്നും നിങ്ങളുടെ പണി കൊണ്ടോ നിങ്ങളുടെ കഴിവ് കൊണ്ടോ അല്ല, പടച്ചോ നിങ്ങൾക്ക് തന്നതാണ്. ആ പടച്ചോന് നിങ്ങൾക്ക് ഭയപ്പെട്ടുകൊണ്ട് നന്ദി ചെയ്ത് ജീവിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അതാണ് അഫലാ യഷ്കുറൂൻ, ഇതൊന്നും ഒമാ അമിലത്തുഹു ഐദീഹിം, ആ മനുഷ്യരുടെ കൈകൾ ചെയ്തതല്ലല്ലോ. എന്നിട്ടും അള്ളാഹ് നിങ്ങൾക്കൊക്കെ അത് ഉണ്ടാക്കി തന്നില്ലേ? അതോ കാഫിർ എന്നോ മുസ്ലിം എന്നോ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവനെന്നോ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവനെന്നോ നിഷേധിയെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും ധാന്യങ്ങളും എല്ലാവർക്കും പഴവർഗ്ഗങ്ങളും അതൊന്നും ഇല്ലാതെയാകുന്നില്ല, വീണ്ടും വീണ്ടും ഭൂമിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അള്ളാഹ് ചോദിക്കുന്നു അഫലാ യഷ്കുറൂൻ, അവർക്ക് നന്ദി ചെയ്തുകൂടെ? അപ്പോൾ കൃത്യമായിട്ട് മനുഷ്യന്മാർക്ക് ചിന്തിക്കാതെ കൂടുതൽ അറിവൊന്നുമില്ലാതെ ഏത് സാധാരണക്കാരനും മനസ്സിലാകാവുന്ന അള്ളാഹുവിൻ്റെ നിഅമത്ത്, അള്ളാഹ് മാത്രം ചെയ്തു തരുന്ന നിഅമത്ത്, നമ്മളൊന്നും ചെയ്യാൻ കഴിയാത്ത ഈ നിഅമത്തിന് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കണം. അൽഹംദുലില്ലാ എന്നെങ്കിലും നമ്മളൊരു നേരം വെള്ളം കുടിച്ചാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ പഴം തിന്നാൽ, അല്ലെങ്കിൽ ഒരു പിടി ഭക്ഷണം തിന്നാൽ നമ്മൾ നന്ദി ചെയ്യണം, അള്ളാഹുവിന് നന്ദി ചെയ്യണം. അപ്പോൾ അല്ലാഹു തആല കൂടുതൽ നൽകും. ലഇൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ അള്ളാഹുവിന് എത്ര നന്ദി ചെയ്യുന്നുവോ അത്ര നിങ്ങൾക്ക് അല്ലാഹു തആല അവൻ്റെ നിഅമത്ത് വർദ്ധിപ്പിച്ചു തരും. ആകെ കൂടി നമ്മൾ ഈ ഓടുന്നതും ബേജാറാവുന്നതും എന്തിനാണ്?
അള്ളാഹുവിന് നിയമത്ത് കൂടുതൽ കിട്ടണം, കൂടുതൽ കാശ് കിട്ടണം, കൂടുതൽ കൃഷി ഉണ്ടാവണം, കൂടുതൽ സൗകര്യങ്ങൾ കിട്ടണം എന്നാണല്ലോ അള്ളാഹ് പറയുന്നത്. നിങ്ങൾ നന്ദി ചെയ്യൂ, അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കൂ, അള്ളാഹ് നിങ്ങൾക്ക് ഏറെ തരും. അതാണ് ലഇൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു തആല കൂടുതൽ നൽകും. അപ്പോൾ എന്താണ് അഫലാ യശ്കുറൂൻ, ആ മനുഷ്യന്മാർ നന്ദി ചെയ്യാത്തത്? ഇപ്പം നമ്മളിതൊക്കെ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്കൊരുപാട് ചിന്ത വരും. ഒരു നേരം ചായയും കടിയും തിന്നുമ്പോൾ, ഒരു ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രയോ നന്ദി ചെയ്യാനുള്ള അവസരം നമുക്കുണ്ട്. അത് നമ്മൾ നന്ദി ചെയ്യണം എന്ന് പഠിപ്പിക്കാനാണ് ഈ ആയത്തുകൾ അല്ലാഹു തആലാക്ക് മാത്രം കഴിയുന്ന ദൃഷ്ടാന്തങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ നന്ദി ചെയ്ത് ജീവിക്കണം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർള് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അള്ളാഹുവിന് മാത്രം കഴിയുന്ന മറ്റൊന്നാണ്. എന്താണ്? സുബ്ഹാന അല്ലദീ, ഒരുവൻ പരിശുദ്ധനാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിൽ നിന്ന് പരിശുദ്ധനാണ്, നിഷേധിക്കുന്നതിൽ നിന്ന് പരിശുദ്ധനാണ്, അള്ളാഹുവിൻ്റെ കഴിവുകളെ മറ്റുള്ളവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് പരിശുദ്ധനാണ്. ഈ കഴിവൊന്നും അള്ളയല്ലാതെ മറ്റാർക്കുമില്ല, ആർക്കുമില്ല അള്ളാഹുവിൽ. അതുകൊണ്ട് ആരാധനകളും മറ്റൊക്കെ അള്ളാഹുവിന് മാത്രം കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ സുബ്ഹാനല്ലദീ, ആ ഒരുവൻ വളരെ പരിശുദ്ധനാണ്. ഏവൻ ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാ ഇണകളെയും സൃഷ്ടിച്ചുണ്ടാക്കിയവൻ. സൗജ്, സൗജത്ത് എന്ന് പറയുമ്പോൾ സാധാരണ ഭാഷയിൽ പറയൽ സൗജ് ഭർത്താവ്, സൗജത്ത് ഭാര്യ, അങ്ങനെ ആണും പെണ്ണും അർത്ഥത്തിലാണ്. എന്നാൽ സൗജ് എന്ന പദത്തിൻ്റെ അർത്ഥം ഇണ എന്നുള്ളൂ. അപ്പം ഇണകൾ, അസ്വാജ് ഇണകൾ, ജോഡികൾ. ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാ തരം ജോഡികളെയും ഇണകളെയും അല്ലാഹു തആല സൃഷ്ടിച്ചു. മിമ്മാ തുംബിതുൽ അർളു, ഭൂമിയിൽ നിന്ന് മുളപ്പിക്കുന്നത് എല്ലാ ഇണകളായിട്ടാണ്. ഭൂമി മുളപ്പിക്കുന്ന ചെടികളും പഴങ്ങളും ധാന്യങ്ങളും വിത്തുകളും എല്ലാം ഇണകളാണ്. എന്നാ ഖുർആൻ എന്നാ ഈ പറയേണ്ടത്? നമ്മളെ നെല്ലുകളൊക്കെ ഇണകളാണ്, ആണും പെണ്ണും അതിലുണ്ട്. മാങ്ങണ്ടിക്കും അണ്ടിക്കും കുരുക്കൾക്കും ധാന്യങ്ങൾക്കുമൊക്കെ ഇണകളുണ്ട്. അത് നെഗറ്റീവും അതിൻ്റെ രണ്ട് ആണും പെണ്ണും ഇണകളുണ്ടായത് കൊണ്ടാണ്, അതിൻ്റെ പരാഗണം നടത്തുന്നത് കൊണ്ടാണ് അത് നടത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത കാര്യമാണ്. അറബികൾ ഈത്തപ്പനൻ്റെ മുകളിൽ കയറിയിട്ട് ഈത്തപ്പനൻ്റെ ഒരു കൊല മുറിച്ചെടുത്ത് മറ്റേ കൊലമ്മല അടിക്കാറുണ്ടായിരുന്നു. പരാഗണം എന്നാണ് അതിന് പറയാം. അതിങ്ങനെ അടിക്കും. അപ്പം നബി ഇതിങ്ങനെ, നബിക്ക് കൃഷിപ്പണിയൊന്നും അറിയില്ലോ. ആകെ നബി എടുത്തൊരു പണി എന്താ? ആട് മേക്കലാണ്. അതിനപ്പുറം ഒരു വിവരമില്ല ആ കൃഷിയെപ്പറ്റി. അതിനല്ല നബിയെ അയച്ചത്. അപ്പോൾ ഇതിങ്ങനെ പരാഗണം നടത്തുന്നത് നബി ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ നബി ചോദിച്ചു, എന്തിനാണ് ഈ പണിയെടുക്കേണ്ടത്? അയിമന്നൊരു കൊല വെട്ടിയിട്ട് ഇതീമല അടിക്കുക, അതിന് വല്ല കാര്യമുണ്ടോ? അപ്പോൾ സഹാബിമാർ വിചാരിച്ചു, എന്നാ നബി പറഞ്ഞു, എന്നാ വേണ്ടിയിരിക്കും, ഒരു കൊല്ലം അത് ചെയ്തില്ലോ അല്ലേ. അതോടുകൂടി ആ കൊല്ലം തീരും വെള്ളം ഉണ്ടായില്ല. അതുപോലെ നബിയോട് കംപ്ലൈൻ്റ് ആണ്, ഞങ്ങളിങ്ങനെ ഇത് പണ്ട് കാലേ മുതലേ ഈ കൃഷിപ്പണിയിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അത് ഞങ്ങൾ എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ അത് വേണ്ടിയിരിക്കും, ഞങ്ങളത് ഒഴിവാക്കി, നടുക്കൊല്ലം തീരും ധാന്യം ഉണ്ടായില്ല. അപ്പോൾ നബി പറഞ്ഞു, അൻതും അയലമു ബി ഉമൂരി ദുന്യാക്കും, നിങ്ങളെ ദുന്യാവിൻ്റെ കാര്യം നിങ്ങൾക്ക് തന്നെയാണ് അറിയേണ്ടത്. അപ്പോൾ ഒരു പിറ്റത്തെ കൊല്ലം ചെയ്തു തുടങ്ങി, പിറ്റത്തെ വെള്ളക്ക് അപ്പോൾ ഉണ്ടായി. അപ്പോൾ അവിടെ പരാഗണം അല്ലാഹു തആല നിശ്ചയിച്ച ഒരു കാര്യമാണ്. കാരണം അത് ഒന്നിനെ മറ്റൊന്നിൽ കൂടി, അതിന് ചിലപ്പോൾ കൊലയിട്ട് അടിച്ചിട്ടായിരിക്കണം ഈന്തപ്പനക്ക്, എന്നാൽ മറ്റു പല ജീവികൾക്കും കാറ്റിൽ കൂടിയാണ് പരാഗണം നടത്തുന്നത്. മറ്റു പല ജീവികൾക്കല്ല, മറ്റു പല കൃഷികൾക്കും മറ്റു പല പൂക്കൾക്കും ചെടികൾക്കൊക്കെ ഈ ജീവജാലങ്ങളിൽ കൂടിയാണ്, പ്രാണികളിൽ കൂടിയാണ് പരാഗണം നടത്തുന്നത്. എല്ലാം ആണും പെണ്ണുമാണ്. ഖലഖൽ അസ്വാജ കുല്ലഹ. ഇത് അള്ളാഹിൻ്റെ റസൂല് അന്ന് പറഞ്ഞപ്പോൾ ഈ വിവരങ്ങളൊന്നും ഈ കൃഷികളൊക്കെ ഇങ്ങനെയാണ് എന്ന് ആർക്കാ അറിയാം? ആരും കണ്ടെത്തിയിട്ടില്ലല്ലോ. പക്ഷേ കാറ്റുകളിൽ കൂടി
മിന്നലുകളിൽ കൂടി, അതുപോലെ തന്നെ പിന്നെ ഈ പരാഗണം നടത്തുന്ന ജീവജാലങ്ങളിൽ കൂടി, അല്ലെങ്കിൽ നേർക്കുനേരെ പരാഗണം ചെയ്തുകൊണ്ട് കുലകളും തമ്മിൽ പരാഗണം നടത്തിക്കൊണ്ടാണ് എന്ന് അറിയാത്തൊരു കാലഘട്ടത്തിൽ അള്ളാഹു പറയാണ്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർള്, ഭൂമി മുളപ്പിക്കുന്ന ധാന്യങ്ങളിൽ നിന്നും പഴങ്ങളിൽ നിന്നുമെല്ലാം എല്ലാത്തരം ഇണകളെയും അള്ളാഹു തആല സൃഷ്ടിച്ചു. പിന്നെ ഒമിം അംഫുസിഹിം, അവരുടെ ശരീരത്തിലും അള്ളാഹു തആല ഇണകളെ സൃഷ്ടിച്ചു. അത് മനുഷ്യൻ, അത് വളരെ എളുപ്പമായി നമുക്ക് മനസ്സിലാകും. ഇവിടെ മക്കളുണ്ടാവണമെങ്കിൽ, സന്തതികൾ വരണമെങ്കിൽ ആണും പെണ്ണും വേണം. അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. ഞാൻ ആണിനെ ആണും പെണ്ണിനെ പെണ്ണും വിവാഹം ചെയ്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണെന്ന്. അതല്ല, മനുഷ്യൻ്റെ തലമുറ നിലനിൽക്കണമെങ്കിൽ അത് ആണും പെണ്ണും വേണം. മൊമിൻ അംഫുസിയും, അസ്വാജികൾ വേണം, ഇണകൾ വേണം. അത് അള്ളാഹു നൽകിയ ഒരു പ്രകൃതി നിയമമാണ്. ആ പ്രകൃതി നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഞാൻ വിവാഹം ചെയ്യുന്നത് ആണിനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു പെണ്ണിനെയാണ് വിവാഹം ചെയ്യുന്നത് എന്നുള്ള പ്രകൃതിയെ ധിക്കരിച്ചാൽ അതിൻ്റെ ദുരന്തം അവർ കാണും, ചിലപ്പോൾ സമൂഹവും കാണും. സമൂഹം അതിനെതിരിൽ ജാഗ്രത പാലിച്ചിട്ടില്ലെങ്കിൽ. പക്ഷേ പരിഷ്കാരത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും ഒക്കെ മറവിൽ അങ്ങനെയുള്ള ഈ തരം വിവാഹങ്ങളൊക്കെ ഇന്ന് സർവ്വസാധാരണയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സമൂഹം മെല്ലെ മെല്ലെ അംഗീകാരം കൊടുക്കുകയുണ്ട്. അതൊക്കെ ആദ്യം ഒരു പെണ്ണും വിവാഹം ചെയ്യുമ്പോൾ മഹാ അപകടമാണ്, അങ്ങനൊന്നുമില്ല, പണ്ട് കാലത്ത് കേൾക്കാത്തതാണ് എല്ലാം പറഞ്ഞിട്ട് അതിന് നമ്മളിങ്ങനെ പ്രതിഷേധങ്ങളൊക്കെ നടത്തും, അതിനെപ്പറ്റി പറയും. പിന്നീട് കുറേ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ്, അത് ആയിക്കോട്ടെ എന്നുള്ളിടത്തേക്ക് മനുഷ്യൻ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പോക്കങ്ങോട്ടാണ്. പക്ഷെ അള്ളാഹ് പറഞ്ഞത്, അള്ളാഹു പരിശുദ്ധനാണ്. ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാ തരത്തിലുള്ള ഇണകളെയും, മിമ്മാ തുംബിതുൽ അർളു, ഭൂമി മുളപ്പിക്കുന്ന ധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും പഴങ്ങളിൽ നിന്നും, ഒമിൻ അംഫുസിഹിം, അവരുടെ നഫ്സുകളിൽ നിന്നും. ഇനി അതിൻ്റെ ഒക്കെ പുറമെ ഒമിമ്മാ ലാ യഅലമൂൻ, അവർ അറിയാത്ത വസ്തുക്കളിലും അല്ലാഹു തആല ഇണകളാണ് വെച്ചത്. അപ്പം നമുക്കറിയാത്ത, എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നറിയാത്ത വസ്തുക്കളിൽ, തന്മാത്രകളിൽ ആറ്റം പോലും അതിൻ്റെ ഇണയായിട്ടുള്ള ഒരു പ്രവർത്തന ശക്തി കൊണ്ടാണ് അത് നിലനിൽക്കുന്നതെന്നും, മനുഷ്യൻ്റെ ജീവിതത്തിലെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ഇണകളായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ജീവശാസ്ത്രത്തിലൊക്കെ. പക്ഷേ ഇതാണ് അല്ലാഹു തആല ഖുർആൻ നബി പറയുന്നത്, അല്ലെങ്കിൽ ഖുർആൻ പറയുന്നത്, വമിമ്മാ ലാ യഅലമൂൻ, അവർ അറിയാത്ത വസ്തുക്കളിലും ഇണകളുണ്ട്. അതാ വമിമ്മാ ലാ യഅലമൂൻ. അതുകൊണ്ടാണ് മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യണമെങ്കിൽ കാറ്റടിക്കണം, കാറ്റടിക്കാതെ മഴ പെയ്യുകയില്ല. അതുപോലെ ജീവജാലങ്ങളിൽ കൂടി ഉൽപാദനം നടത്തണമെങ്കിൽ ജീവജാലങ്ങളിൽ തമ്മിലുള്ള സന്ധാരണം വേണം. അതാ വമിമ്മാ ലാ യഅലമൂൻ, അവരറിയാത്ത വസ്തുക്കളിൽ നിന്നും ഇണകളെ ഉണ്ടാക്കി. ആ റബ്ബ് പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ ആ റബ്ബിനെ നിങ്ങൾ അവഗണിക്കരുത്, ആ റബ്ബിൻ്റെ കൽപ്പന കേൾക്കാതിരിക്കരുത്, ആ റബ്ബിൽ മറ്റാരെയും പങ്കു ചേർക്കരുത്, ആ റബ്ബ് ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാതിരിക്കരുത്. അവൻ വളരെ വിശുദ്ധനാണ്. അപ്പോൾ അത് വേറൊരായത്ത്. വീണ്ടും ആയത്തുല്ലഹും അല്ലൈൽ, രാത്രി അവർക്കൊരായത്താണ്. നമ്മൾ അനുഭവിക്കുന്നതാണല്ലോ രാത്രി. ആയത്തുല്ലഹും അല്ലൈൽ, രാത്രി അവർക്കൊരു ദൃഷ്ടാന്തമാണ്. നസ്ലഹു മിൻഹു, അതിൽ നിന്ന് നാം ഊരിയെടുക്കുന്നു, അന്നഹാറ, പകലിനെ. അതായത് സൂര്യനുണ്ടായത് കൊണ്ടാണ് ഇവിടെ പകല്. ആ സൂര്യൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രാത്രിയാണ്. അപ്പോൾ ആ പകലിനെ രാത്രിയിൽ നിന്ന് കണ്ട് ഊരിയെടുക്കുക എന്നുള്ളത് ഒരു പ്രയോഗമാണ്. അതായത് രാത്രിയിൽ നിന്ന് പകൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. രാത്രി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ കണ്ട് നടക്കുമ്പോൾ കാണാം അവിടെ വെളിച്ചം വെച്ചിട്ടുണ്ട്. പകലിനെ ഊരിയെടുക്കുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂരിജുൻ നഹാറ ഫിൽ ലൈൽ.
രാത്രിയെ പകലിലേക്ക് അവൻ കടത്തിവിടുന്നു, പകലിനെ രാത്രിയിലേക്ക് കടത്തിവിടുന്നു. ആ ഒരു സംവിധാനത്തെയാണ് നസ്ലഖു മിൻഹു നഹാർ, രാത്രി അവർക്കൊരു ദൃഷ്ടാന്തമാണ്, അതിൽ നിന്ന് പകലിനെ നാം അങ്ങനെ ഊരിയെടുക്കുന്നു. ഫൈദാഹും മുസ്ലിമൂൻ, അപ്പോൾ അവർ ഇരുട്ടത്താവുന്നു. നമ്മൾ പകലിങ്ങനെ നടന്നു പോകുമ്പോൾ പകലെവിടുന്നോ ഊരി അങ്ങനെ ആരോ വലിച്ചു കൊണ്ടുകൊണ്ട മാതിരി പകലാണ് പോവും, അവിടെയൊക്കെ ഇരുട്ടാവും. ഫൈദാഹും മുസ്ലിമൂൻ, ഇത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. നമുക്ക് തൽക്കാലം നമ്മൾ പകലത്തെ പണി കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പകലത്തെ നമ്മുടെ ബാക്കിയുള്ള സൗകര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, എന്നാൽ കുറച്ചു നേരം അവിടെ നിൽക്കട്ടെ പകല് എന്ന് നമുക്ക് പറയാൻ കഴിയണില്ല. അല്ലെങ്കിൽ രാത്രി നമുക്ക് കുറച്ചും കൂടി നീണ്ടു കിട്ടണം, പകല് കുറച്ച് കഴിയട്ടെ എന്ന് പറയാൻ കഴിയണില്ല. പടച്ചോൻ മാത്രം ചെയ്യുന്ന അള്ളാഹുവിനോട് അള്ളാഹു അല്ലാതെ വേറെ ആർക്കും കഴിയാത്ത സംഭവമാണ് രാത്രിയും പകലുടെയും വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകളുടെ മാറ്റം. അത് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തമാണ് നാം. പിന്നെ ഫൈദാഹും മുസ്ലിമൂൻ, അവർ ലലാമുലാവുൻ. ലുൽമ് എന്ന് പറഞ്ഞാൽ അക്രമം, ലലാമ് എന്ന് പറഞ്ഞാൽ ഇരുട്ട്. ലലമ എന്ന് പറഞ്ഞാൽ ആക്രമിച്ചു, ലലാമ് ഇരുട്ട്, അതിൽ നിന്നാണ് അലുലമ ഇരുട്ടി, മുസ്ലിമുൻ ഇരുട്ടിയവർ, അതായത് ഇരുട്ടിൽപ്പെട്ടവർ, മുസ്ലിമൂൻ അവർ ഇരുട്ടിൽപ്പെടുന്നു. മറ്റത് ലലമ യളിമു ലാലിമ്, ലാലിമൂൻ ലാലിമീൻ അക്രമികൾ. അപ്പോൾ ഒരേ അക്ഷരം തന്നെയാണ്, പക്ഷെ അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. അതതിൻ്റെ ധാതുവിൻ്റെ സ്വഭാവം മാറുമ്പോൾ അർത്ഥം മാറും. അലിലമ ഇരുട്ടി, ലലമ ആക്രമിച്ചു, ഒരു അലിഫ് ചേർത്താൽ ഇരുട്ടി അർത്ഥം വരും. ഇവിടെ അതാണ് ഫഇദാഹും മുസ്ലിമൂൻ. അപ്പോൾ പകലിനെ രാത്രിയിൽ നിന്ന് അവൻ അങ്ങോട്ട് ഊരിക്കൊണ്ടുപോകുമ്പോൾ അവർ ഇരുട്ടിലാവും. ഇന്നിപ്പോൾ അതിന് നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഭൗതികശാസ്ത്രത്തിൻ്റെ തെളിവുകളൊക്കെ ഉണ്ട്. സൂര്യനാണ്ട് പോകുമ്പോൾ അവിടെ ഇരുട്ടാവുന്നു എന്നൊക്കെ. അള്ളാഹു തആല അത് മറ്റൊരു രൂപത്തിലാണ് പറയുന്നത്. ഇതൊക്കെ പടച്ചോൻ്റെ പണിയാണല്ലോ, അതുകൊണ്ട് ഞാനതിനെ ഊരിക്കൊണ്ടുപോകുന്നു എന്ന്. അതായത് ആ സൂര്യനെ ആ നിലക്ക് കൊണ്ടുപോകുന്നതും അസ്തമിപ്പിക്കുന്നതൊക്കെ അള്ളയാണ്. അതുകൊണ്ടാണ് അങ്ങനെ. നമ്മളെ കൊണ്ട് കഴിയണില്ലല്ലോ കുറച്ചു നേരം കൂടി അസ്തമിക്കാതെ നിൽക്കേന്ന് പറയാൻ. അപ്പോൾ പിന്നെ വേറെ ആരുടെ കയ്യിലാണ് സൂര്യൻ്റെ ചലനങ്ങൾ? അത് അള്ളാഹുവാണ്, വേറെ ആരുമല്ല. ആർക്കും അറിയില്ലെങ്കിൽ പിന്നെ പഠിച്ചവനാണ്. അതാ ഇനി വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ, വശംസു സൂര്യൻ, തജ്രീ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ലിമുസ്തഖറിൻ ലഹാ അതിനു നിശ്ചയിച്ച ഒരു മുസ്തഖറിലേക്ക്, സ്ഥിരവാസ കേന്ദ്രത്തിലേക്ക് അതിന് നിശ്ചയിച്ച. അപ്പം സൂര്യന് അള്ളാഹു തആല ഒരു മുസ്തഖർ നിശ്ചയിച്ചിട്ടുണ്ട്. സൂര്യൻ അതിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. ലി മുസ്തഖറില്ലഹ എന്ന് പറഞ്ഞാൽ ല മുസ്തഖറില്ലഹ, അതിന് മുസ്തഖറില്ല, അത് നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു ഖിറാഅത്ത് ഖുർആൻ്റെ പാരായണത്തിൽ അങ്ങനെ ഒരു അർത്ഥം കൂടി ഇതിനുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ സൂര്യൻ, ഹദീസ് നബി പറയുന്നുണ്ട്, അതായത് സൂര്യനെ അള്ളാഹു തആല കീഴ്പ്പെടുത്തി അത് അള്ളാഹു തആല അങ്ങനെ കൊണ്ടുപോവുകയാണ്. അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ ചുവട്ടിലേക്കാണ് സൂര്യനെ കൊണ്ടുപോകുന്നത്. അള്ളാഹുവിൻ്റെ സിംഹാസനം ഈ പ്രപഞ്ചത്തെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്നു. അതിൻ്റെ ചുവട്ടിൽ ചെന്ന് സൂര്യൻ അവസാനം നിൽക്കും. അന്നാണ് പരലോകത്ത് മനുഷ്യന്മാരുടെ തലക്കുമീതെ ഒരു ചാൺ മുകളിൽ സൂര്യനുണ്ടായിരിക്കും. നല്ലവരായ ആളുകൾക്ക് ആ സൂര്യൻ്റെ ചൂട് അനുഭവപ്പെടുകയില്ല. എന്നാൽ ചീത്ത ചെയ്ത മനുഷ്യന്മാർക്ക് അവരുടെ തിന്മയുടെ തോതനുസരിച്ച് കാലടിയിൽ വേർപ്പ്, കാൽമുട്ട് വരെ വേർപ്പ്, കാല് മുഴുവനും വേർപ്പ്, നെഞ്ച് വരെ വിയർപ്പ്, അതുപോലെ കഴുത്ത് വരെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന അവസ്ഥയുണ്ടാകും. അതിനെ സൂര്യനെ അള്ളാഹു തആല അർശിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് ഇസ്തിഖറാർ, അതിൻ്റെ സ്ഥിരവാസ സ്ഥലത്തേക്ക് നിശ്ചയിക്കും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണല്ലോ, അള്ളാഹു അയച്ചതാണ്. ആ സൃഷ്ടിയെ അള്ളാഹു തആല തിരിച്ച് ഒരു മുസ്തഖറിൽ കൊണ്ടുപോയി എത്തിക്കും. അതാണ് ലി മുസ്തഖറില്ല. അതിങ്ങനെ സഞ്ചരിച്ച് അതിൻ്റെ ഒരു സ്ഥിരവാസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യൻ അവിടെ ഇങ്ങനെ ഭൂമി നമ്മൾ കാണുന്ന രൂപത്തിൽ അതിങ്ങനെ ചലിക്കുന്നുണ്ടെങ്കിലും ആ ചലനം അന്ത്യദിനമെത്തുമ്പോൾ ഒരു പ്രത്യേക
അതിൻ്റെ വാസസ്ഥലം, അതിന് നിൽക്കാനുള്ള മുസ്തഖർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥിരവാസ കേന്ദ്രത്തിലേക്ക് അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അള്ളാഹു പറയുമ്പോൾ നമുക്കത് അല്ല എന്ന് പറയാൻ നമ്മുടെ അടുത്തൊരു തെളിവില്ല. അങ്ങനെയൊന്നുമല്ല, സൂര്യനെ ഞങ്ങളിവിടെ പിടിച്ചു നിർത്തിക്കോളാം, അത് ചലിക്കൊന്നും വേണ്ട, അതോടൊപ്പം പോണ്ട എന്നൊന്നും പറയാൻ തെളിവില്ല. അപ്പം പഠിച്ചോൻ പറഞ്ഞത് നമ്മൾ കേൾക്കന്നെ. ലി മുസ്തഖരില്ലഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. പ്രതാപിയായ അള്ളാഹുവിൻ്റെ തഖ്ദീറാണ്, നിർണയമാണ്. അള്ളാഹുവിൻ്റെ തഖ്ദീർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖദർ, അള്ളാഹു എന്നൊക്കെ പറയാലോ, അള്ളാഹുവിൻ്റെ ഖദറാണത്. പ്രതാപിയായ അലീം, എല്ലാം അറിയുന്ന പ്രതാപിയായ അള്ളാഹുവിൻ്റെ നിർണയമാണ് സൂര്യൻ്റെ ചലനങ്ങളൊക്കെ. അത് പടച്ചോനാണ് അതിൻ്റെ അതിൻ്റെ ഖദർ കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് അത് മാറ്റമില്ല. നമ്മൾ ഖദർ കണക്കാക്കിയാൽ അതിന് മാറും, അതിൻ്റെ സ്പീഡ് കുറയും, ചിലപ്പോൾ സ്പീഡ് പരിധിയിൽ ഏറും, ചിലപ്പോൾ സ്റ്റോപ്പാകും. ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ കൃത്യമായ ആ കാൽക്കുലേഷനാണത്. തഖ്ദീർ എന്ന് പറഞ്ഞാൽ ഖദർ, കാൽക്കുലേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നിയന്ത്രണം എന്ന് പറയാം, അള്ളാഹുവിൻ്റെ കഴിവ് എന്നൊക്കെ പറയാം. എല്ലാം സൂര്യൻ്റെ ആ ചലനത്തിൻ്റെ കാൽക്കുലേഷനൊക്കെ അസീസുൻ അലീമായ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് ഒരു 100 കൊല്ലത്തിൻ്റെ ശേഷം, അല്ലെങ്കിൽ 1000 കൊല്ലത്തിൻ്റെ ശേഷം, 1,00,000 കൊല്ലത്തിൻ്റെ ശേഷം സൂര്യൻ ഇന്ന മാസം ഇന്ന സ്ഥലത്താണ് എന്ന് കണ്ടെത്താൻ മനുഷ്യന്മാർക്ക് കഴിയുന്നത്ര നമ്മൾ കണക്ക് ശാസ്ത്രം വലുതായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രാമത്തെ കൊല്ലം ഇന്ന മാസത്തിൽ ഇത്രാം ദിവസം സൂര്യൻ ഇന്ന അയനത്തിൽ നിന്ന് ഉദിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ ഇന്ന് ശാസ്ത്രത്തിന് കഴിയും. എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത കാൽക്കുലേഷന് കഴിയും. എന്താ കാരണം? ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, എല്ലാം അറിയുന്ന പ്രതാപിയായ അള്ളാഹുവിൻ്റെ നിയന്ത്രണമാണത്, തീരുമാനമാണത്. അപ്പം അതും അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് ആലോചിച്ച് നോക്കുന്നവർക്ക്. പിന്നെ വൽ ഖമറ ഖദ്ദർനാഹു മനാസില, ഖമർ ചന്ദ്രനെ ഖദ്ദർനാഹു അതിന് നാം നിർണയിച്ചു, മനാസില കൃത്യമായ മൻസിലുകൾ. മൻസിൽ എന്ന് പറഞ്ഞാൽ അത് പോകുന്ന സ്ഥലം, മൻസിൽ എന്ന് പറഞ്ഞാൽ വീട് എന്നുള്ളതിന് മൻസിൽ എന്ന് പറയും. നമ്മൾ ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം എന്നുള്ളതിന് മൻസിൽ എന്ന് പറയും. അതുപോലെ ചന്ദ്രസൂര്യനൊക്കെ അത് ചലിക്കാൻ വേണ്ടി അതിന് പോകാനുള്ള സ്ഥലത്തിനും മൻസിൽ എന്നാ പറയാം, സ്ഥാനങ്ങൾ എന്ന് പറയാം. അതിനർത്ഥം സ്ഥാനങ്ങൾ. അപ്പോൾ വൽ ഖമറ ഖദ്ദർനാഹു മനാസില, ചന്ദ്രന് നാം ഖദ്ദർനാഹു അതിന് നാം നിർണയിച്ചു കൊടുത്തു, മനാസില കുറേ സ്ഥാനങ്ങൾ. അപ്പോൾ ചന്ദ്രൻ ചലിക്കുന്ന ഒരു സ്ഥാനമുണ്ട്, അത് മറ്റ് നക്ഷത്രങ്ങളുമായോ സൂര്യനുമായോ കൂട്ടിമുട്ടുന്നില്ല. അത് ഈ അന്തരീക്ഷത്തിൽ അതിനല്ല നിർണയിച്ചു കൊടുത്ത ഒരു മൻസിലുണ്ട്. ആ ട്രാക്കിൽ കൂടി മാത്രമാണ് അത് നടക്കുന്നത്. അതാണ് അതിന് നാം മനാസിലുകൾ, സ്ഥാനങ്ങൾ നിർണയിച്ചു കൊടുത്തു. ഹത്താ ആയത, അങ്ങനെ ആ ചന്ദ്രൻ മടങ്ങി വരുന്നു. കൽ ഉർജൂനിൽ ഖദീം, പഴയ കൊതുമ്പുകളെപ്പോലെ. ഉർജൂൻ എന്ന് പറഞ്ഞാൽ ഈത്തപ്പന കൊല ഉണ്ടാകുന്ന, ഈത്തപ്പന കൊലക്കുമ്പോൾ ഉണ്ടാകുന്ന വളഞ്ഞ ആ സാധനത്തിനാണ് നമ്മളതിന് കൊതുമ്പ് എന്നാണ് പറയുക. കൊതുമ്പ്, കോഞ്ഞാട്ട എന്നൊക്കെ തൃശ്ശൂർക്കാർ പറയലുണ്ട്. കൊതുമ്പ് അതാ ഉർജൂനിൽ ഖദീം, പഴയ കൊതുമ്പ് എന്ന് പറഞ്ഞാൽ പുതിയ പച്ചയായ കൊതുമ്പുകളാണെങ്കിൽ അത് നേരെയാ നിൽക്കുക. തേങ്ങാക്കൊലയും ഈത്തപ്പനക്കോലിൻ്റെ ഒക്കെ കൊതുമ്പ് അതാണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് വളഞ്ഞു നിൽക്കും. അവർക്ക് മനസ്സിലാവുന്നത് അത്രയേ ഉള്ളൂ. ചന്ദ്രന് അതിന് ഓരോ നിർണയമുണ്ട്. അവസാനം ചന്ദ്രൻ ഒരു ചെറിയ വളഞ്ഞ സാധനം, ആ വളഞ്ഞ സാധനം ഓല കാലിൻ്റെ അടിയിലും നടക്കുന്ന വഴിയിലും മരുഭൂമിയിലും വീണെടുക്കേണ്ട സാധനമാണ്. എന്താണ്? ഉർജൂനിൽ ഖദീം, പഴയ ഈ ഈന്തപ്പനക്കൊലയുടെ കൊതുമ്പുകൾ. അതുപോലെ എപ്പോഴും കാണേണ്ടതാണ്, കാക്കത്തട്ടിൻ്റെ സാധനമാണ്. അതിനോടാണ് അല്ലാഹു തആല ഉപമിച്ചത്. വേറെ എന്തിനോടാ ഉപമിക്കുക? അരിവാൾ പോലെ എന്ന് പറയാൻ പോലത്തെ അരിവാളില്ല. അപ്പോൾ ഒരു വളഞ്ഞ ചന്ദ്രൻ്റെ ആ ഒരു ചെറിയ വളവുള്ള ആ അവസാനത്തെ ആയത അത് അവസാനിക്കുന്നു. അതിൻ്റെ അവസാന ദിവസം ഒരു ചെറിയ വളവ്, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ചന്ദ്രൻ, അതിൻ്റെ ഒരു ചെറിയ വളഞ്ഞ സാധനം, അത് അവർക്ക് വേഗം മനസ്സിലാവുന്ന കാര്യം
ഉർജൂനിൽ ഖദീം എന്നാണ്. അത് ആയത കൽ ഉർജൂനിൽ ഖദീം. ഉർജൂൻ എന്ന് പറഞ്ഞാൽ കൊതുമ്പ് എന്നാണ് നമ്മളെ നാട്ടിൽ പറയാം. ഈ വേറെ എന്തെങ്കിലും അതിൻ്റെ ഭാഷ ഉണ്ടോയെന്നറിയില്ല. അതാണ് അത്താ സഗുറ ജിദ്ദൻ ആയത കൽ ഉർജൂനുൻ നഖലത്ത് എന്ന് പറഞ്ഞാൽ മിൻ കിദമിഹി വ സിഗരി ഹജ്മിഹി, അതിൻ്റെ ചെറുപ്പം കൊണ്ടും അതങ്ങനെ ഉണങ്ങിക്കടിച്ച പറ്റ മെലിഞ്ഞ് ചെറിയ ഒരു വളഞ്ഞ സാധനം അതുപോലെ അതാകും. പിന്നെ അതിങ്ങനെ കട്ടി കൂടി വളവ് നിവർന്ന് കുറച്ചും കൂടി വട്ടത്തിലായി അർദ്ധവൃത്തം, പിന്നെ പൂർണ്ണവൃത്തത്തിലായി വലിയ ചന്ദ്രനായി മാറും. ആ ചന്ദ്രനെയും അള്ളാഹു തആലയാണ് സൃഷ്ടിച്ചത്, അവരുടെ ഒരു ദൃഷ്ടാന്തമായിട്ട് സൃഷ്ടിച്ചത്. അതൊന്നും പോലല്ല. ആ ചന്ദ്രനെ ആശ്രയിച്ചു കൊണ്ടാണ് അവർ മാസം അളക്കുന്നത്. അറബികളെ സംബന്ധിച്ചിടത്തോളം സൂര്യവർഷമായിരുന്നില്ല അവർ സ്വീകരിച്ചിരുന്നത്. അത് റോമക്കാരും പേർഷ്യക്കാരും സൂര്യവർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിവസം നിർണയിച്ചപ്പോൾ അറബ് വംശജർ പുരാതന കാലം മുതൽ തന്നെ ചന്ദ്രനെ നോക്കിയാണ് ദിവസവും നാൾ നിർണയിച്ചിരുന്നത്. സമയവും നിർഷമൊക്കെ രാത്രിയിൽ ചന്ദ്രനെ നോക്കിയാണ് സമയം വരെ അവർ നിർണയിച്ചിരുന്നത്. മരുഭൂമിയിൽ, അനന്തമായ മരുഭൂമിയിൽ യാത്ര പോകുമ്പോൾ ചന്ദ്രൻ്റെ ദിശ മനാസിൽ നോക്കിയിട്ടാണ് അവരുടെ യാത്രാ ദിശ നിർണയിച്ചിരുന്നത്. ചന്ദ്രൻ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ നമ്മളുടെയും പിന്നെ ദിവസ നിർണയവും ആരാധനാകർമ്മങ്ങൾ സൂര്യനെയല്ല ആശ്രയിച്ചിരിക്കുന്നത്, ചന്ദ്രനെയാണ്. അധിക ആരാധനകളും, അതായത് ദിവസങ്ങൾ, നിത്യജീവിതത്തിലെ ആരാധനകളല്ല, ആവർത്തിച്ച് വരുന്ന പിന്നെ ആരാധനകൾ, പെരുന്നാൾ, നോമ്പ്, അങ്ങനെയുള്ള മാസമുറകൾ, പിരീഡുകൾ, ഇതൊക്കെ ചന്ദ്രൻ്റെ ആ ദിവസത്തിനെയാണ് ആശ്രയിച്ച് വരുന്നത്. അതാണ് കൽ ഉർജൂനിൽ ഖദീം. എന്നിട്ട് പറയാം ലശംസു, സൂര്യൻ അല്ല, യംബഗീ ലഹാ അൻ തുദ്രിക്കൽ ഖമറ, അതിന് ലാ യംബഗീ ലിശംസിന, സൂര്യന് ചന്ദ്രനെ എത്തിപ്പിടിക്കാനാവില്ല. അതായത് ചന്ദ്രൻ്റെ അടുത്ത് സൂര്യൻ എത്തൂല, സൂര്യൻ്റെ അടുത്ത് ചന്ദ്രനും എത്തൂല. അതാണ് ലശംസു യംബഗീ ലഹാ അൻ തുദ്രിക്കൽ ഖമർ, സൂര്യന് ചന്ദ്രനെ അതിനെ എത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സൂര്യനുള്ളിടത്ത് ചന്ദ്രൻ ഉണ്ടാകാൻ പറ്റൂല, ചന്ദ്രനുള്ളിടത്ത് സൂര്യൻ ഉണ്ടാകാൻ പറ്റൂല. അത് മനുഷ്യന് നോക്കിക്കാണുമ്പോഴാണ് സൂര്യൻ വന്നാൽ ചന്ദ്രന് കാണാനില്ലാതാവും, അതിൻ്റെ വെളിച്ചം കൊണ്ട് കാണാനില്ലാതാവുകയാണ്. ചന്ദ്രൻ വന്നാൽ സൂര്യൻ ഇല്ലാത്തപ്പോഴേ വരുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടി ഒപ്പം വരില്ല. അതാ യംബഗീൽ ലാ യംബഗീ അശംസു അൻ തുദ്രിക്കൽ ഖമർ, ചന്ദ്രനെ കണ്ടെത്തിക്കാൻ സൂര്യന് കഴിയില്ലായത് ഒപ്പം ഉണ്ടാവുകയില്ല. വലല്ലൈലു സാബിഖുൻ നഹാർ, രാത്രി പകലിനെ മുൻകടക്കുകയുമില്ല. ലശംസു യംബഗീ ലഹാ അൻ തുദ്രിക്കൽ ഖമറ എന്നതിന് ഇവിടെ തഫ്സീർ കൊടുത്തതാ. ലാ യുംകിനു അൻ തൂജദ ശംസു ഫില്ലയിൽ, സൂര്യന് ചന്ദ്രനെ എത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സൂര്യൻ പകലിൻ്റെ തെളിവാണ്, ഖമറ് രാത്രിയുടെ തെളിവാണ്. അപ്പോൾ സൂര്യന് ഖമറിനെ എത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സൂര്യന് രാത്രിയിൽ സൂര്യൻ ഉദിക്കുകയില്ല. രാത്രിയാണോ എന്നാൽ അവിടെ സൂര്യനില്ല, ഇനി പകലാണോ അവിടെ ചന്ദ്രനുമില്ല. അതാണ് വലല്ലൈലു സാബിഖുൻ നഹാർ, അതായത് പകലിനെ മുൻകടക്കൂല രാത്രി. അതായത് പകലായ ഒരു സമയത്തേക്ക് രാത്രി വന്ന് വരൂല. പകലാണെങ്കിൽ സൂര്യൻ അവിടെ ഉണ്ടാവും, പിന്നെ അവിടെ രാത്രിയാവുന്ന പ്രശ്നമില്ല. അപ്പോൾ പകൽ സമയത്ത് രാത്രി ആവുന്നില്ല, രാത്രി സമയത്ത് സൂര്യൻ വന്നിട്ട് പകലുമാകുന്നില്ല. നേരെ മറിച്ചോ ഖദ്ദർനാഹു മനാസില, കൃത്യമായ അതിൻ്റെ മൻസിലുകൾ, അതിൻ്റെ സ്ഥാനങ്ങൾ നിർണയിച്ചിട്ടുണ്ട്. അത് നിർണയിച്ച അടുത്ത് അതവിടെ സഞ്ചരിക്കുന്നു. അപ്പോൾ അതിന് അവിടെയാണ് എങ്കിൽ അവിടെ പകലുണ്ടാവും, സൂര്യൻ്റെ സ്ഥാനം നിർണയിച്ചെടുത്ത്, ചന്ദ്രൻ്റെ സ്ഥാനം നിർണയിച്ചെടുത്ത് രാത്രി ഉണ്ടാവും. അത് അങ്ങോട്ടും കൊണ്ടും കൂട്ടിമുട്ടുകയോ ഒരു ഓവർലാപ്പിങ് വരികയോ ചെയ്യുന്നില്ല. അതാണ് ലശംസു യംബഗീ ലഹാ അൻ തുദ്രിക്കൽ ഖമറ വലല്ലൈലു സാബിഖുൻ നഹാർ. എന്നിട്ടോ
വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. വകുല്ലുൻ എല്ലാവരും, അതായത് എല്ലാ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം ഫീ ഫലക്കിൻ യസ്ബഹൂൻ. സബഹ എന്ന് പറഞ്ഞാൽ നീന്തിന. ഒരു ഫലക്കിൽ, ഒരു ഗോളത്തിൻ്റെ ഉള്ളിൽ അതിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആകാശമാകുന്ന ആ ഫലക്കിൻ്റെ ഉള്ളിൽ കിടന്ന് എല്ലാം ഇങ്ങനെ നീന്തുകയാണ്. അപ്പോൾ സൂര്യനും ചന്ദ്രനൊക്കെ അതിങ്ങനെ നീന്തുന്ന പോലെയാണ്. അതിന് നീന്തുന്നതിൻ്റെ അടുത്ത് അടിയിലൊരു പിടുത്തൊന്നുമില്ലല്ലോ, അങ്ങനെ നീന്തുകയാണ്. അപ്പം നീന്തിക്കൊണ്ടിരിക്കുന്നു. സബഹ എന്ന് പറഞ്ഞാൽ നീന്തിയെന്ന, അതായത് എപ്പോഴും നിരന്തരമായി നീന്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗോളങ്ങളെല്ലാം, സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെല്ലാം. അതൊക്കെ അവർക്കൊരു തെളിവാണ്. അപ്പം നമുക്ക് തെളിവായി അള്ള ചൂണ്ടിക്കാണിച്ച് തരുമ്പോൾ ഇതിൻ്റെയൊക്കെ ചലനത്തെപ്പറ്റി പിൽക്കാലത്ത് മനുഷ്യരത് നീന്തിത്തുടിക്കുന്ന ഗോളങ്ങളാണ് എന്ന് കണ്ടെത്തുമെന്ന് ഈ ഖുർആനിലെ സൂചന ഉണ്ട്. നമുക്കൊരു തെളിവാണ് നമ്മൾ കാണണ്ടേ. വായത്തുല്ലഹും അവർക്കൊരു തെളിവാണ് എന്നല്ലേ പറഞ്ഞേ. അപ്പം നമുക്കൊരു തെളിവ് ഇങ്ങനെ അള്ള കാണിച്ചു തരുമ്പോൾ ആ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ നീന്തിക്കളിക്കുകയാണ്, ആരും കൂട്ടിമുട്ടുന്നില്ല എന്ന് മനുഷ്യന് ബോധ്യപ്പെടണ്ടേ. നബിയുടെ കാലത്ത് അവർക്കത് ബോധ്യപ്പെട്ടിരുന്നില്ലല്ലോ. ഒരിക്കലിങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ കാണുന്നതല്ലാതെ. പക്ഷെ പിൽക്കാലത്ത് നമുക്കത് ബോധ്യപ്പെട്ടു. എത്രയോ കോടാനുകോടി നക്ഷത്രങ്ങൾ അതിങ്ങനെ അതിൻ്റെ മനാസിലുകളിൽ പോകുന്നുണ്ട്. ചന്ദ്രൻ പോകുന്നു, സൂര്യൻ പോകുന്നു. അതൊക്കെ അങ്ങനെ നീന്തിക്കളിച്ച് പോവുകയാണ്, നീന്തി നടക്കുന്നു. ആരും ഒന്നിന്മേലും തൊടുന്നില്ല, ഒന്നും മറ്റൊന്നിലേക്ക് കയറി വരുന്നുമില്ല എന്ന് മനുഷ്യന് ബോധ്യപ്പെടാവുന്ന തരത്തിൽ മനുഷ്യൻ പഠിച്ച് വളർന്ന് ഇതിനെപ്പറ്റി പഠിക്കും എന്ന ഒരു സൂചന ഇതിൽ കൂടി അള്ളാഹു തആല തരുന്നുണ്ട്. കാരണം ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ മനുഷ്യർക്ക് അറിയണമെങ്കിൽ ഒരിക്കത് മനസ്സിലാകണം. അപ്പോൾ മനസ്സിലായിട്ട് അന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെങ്കിലും മനസ്സിലാവും. പിന്നെ ആയത്തുല്ലഹും അവർക്കൊരു തെളിവാണ്, ഓരോ ആയത്താണ്, ഒരു ദൃഷ്ടാന്തമാണ്. എന്ത്? അന്നാ ഹമൽനാ ദുരിയത്തഹും, ആ മനുഷ്യ സന്തതികളെ, ദുരിയത്ത് എന്ന് പറഞ്ഞാൽ സന്തതി, മനുഷ്യ സന്തതികളെ നാം വഹിച്ചു. ഹമല വഹിച്ചു, ഹമല വഹിച്ചു. എവിടെ? ഫിൽഫുൽക്കിൽ മഷ്ഹൂൻ, നിറക്കപ്പെട്ട കപ്പലിൽ. അത് നൂഹ് നബി അലൈഹിസ്സലാം മനുഷ്യന്മാർ എല്ലാം വെള്ളത്തിൽ മുങ്ങി നശിക്കുകയും എന്നിട്ട് പല ജീവജാലങ്ങളെയും അത്യാവശ്യ വസ്തുക്കളെയും വിശ്വാസികളായ മനുഷ്യന്മാരെയും കൊണ്ട് നിറഞ്ഞ ഒരു കപ്പലിൽ അല്ലാഹു തആല മനുഷ്യനെ വഹിച്ചു. ബാക്കിയുള്ളതൊക്കെ മരിച്ചു, വെള്ളത്തിൽ മുങ്ങിപ്പോയി. മനുഷ്യനെ നാം വഹിച്ചു. എന്നിട്ട് വഖലഖ്ന, അപ്പോൾ ആ കപ്പല ഫലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പലാണ്, ഫലക്ക് എന്ന് പറഞ്ഞാൽ പേടകങ്ങൾ. അതാണ് ചുറ്റിക്കളിക്കുന്ന പേടകങ്ങളിലായി അതിങ്ങനെ നടക്കുന്നു. വഖലഖ്നാ ലഹും, അവർക്ക് നാം സൃഷ്ടിച്ചു കൊടുത്തു, മിൻ മിസ്ലിഹി, അതുപോലെയുള്ള ആ കപ്പൽ, ഫുൽക്ക് പോലെയുള്ള വസ്തുക്കളെ, മായർക്കബൂൻ, അവർ വാഹനമായി ഉപയോഗിക്കുന്ന വിധത്തിൽ. റക്കീബ എന്ന് പറഞ്ഞാൽ വാഹനം കയറിയുന്ന, മർക്കബ് വാഹനം, എല്ലാ വാഹനത്തിനും മർക്കബ് എന്ന് പറയും. അത് മൃഗങ്ങളാവട്ടെ, അല്ലെങ്കിൽ പുതിയ ആധുനികമായ അല്ലെങ്കിൽ പുരാതനമായ വാഹനങ്ങളാവട്ടെ, ചക്രം കണ്ടുപിടിക്കുന്നതിൻ്റെ മുമ്പുള്ള പല്ലക്കുകളാവട്ടെ, ചക്രം കണ്ടുപിടിച്ചതിന് ശേഷമുള്ള കാഡില്ലാക്ക് മുതൽ ഉള്ള ഇന്നത്തെ ഏറ്റവും വലിയ വാഹനങ്ങളാവട്ടെ, ഒക്കെ മർക്കബുകളാണ്, മറാക്കിബുകളാണ്. അപ്പോൾ ആ നൂഹ് നബിയുടെ ഫുൽക്ക്, കപ്പൽ പോലെ, വഖലഖ്നാ ലഹും മിൻ മിസ്ലിഹി, അതുപോലെയുള്ള മായർക്കബൂൻ, അവർ കയറി സഞ്ചരിക്കാവുന്നത് നാം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ പടച്ചോൻ പുതിയ പുതിയ വാഹനങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പണ്ട് കാളവണ്ടി മുതൽ ഇങ്ങനെ വന്ന് വലിയ ആധുനിക വണ്ടികളായി. ഇനി എന്തൊക്കെയാണ് മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റുന്നത്? പടച്ചോൻ മായർക്കബൂൻ, അവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത് ഇനി എന്തൊക്കെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്കറിയില്ല. അത് മനുഷ്യൻ്റെ മനസ്സിൽ കൂടി അല്ലാഹു തആല ഇവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നുഗ്രിഖുഹും, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നുഗ്രിഖുഹും, ആ ഫുൽക്കിലുള്ള മനുഷ്യന്മാരെ നാം മുക്കിക്കൊല്ലുമായിരുന്നു. വറക്ക് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം, വെള്ളത്തിൽ മുങ്ങി നശിക്കുന്നതിനാ പറയാം.
നുഗരിഖുഹും നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ ഫുൽക്കിൽ അവരെ വഹിച്ചു എന്ന് പറഞ്ഞല്ലോ. അന്നാ ഹമൽന ദുരിയത്തുഹും ആ മനുഷ്യസന്തതികളെ നാം ഫുൽക്കിൽ വഹിച്ചു, ആ ഫുൽക്കിനെ നാം മുക്കിക്കളയുമായിരുന്നു. ഫലാ സരീഖ ലഹും അപ്പോൾ അവർക്ക് ആരും സഹായി ഉണ്ടാവില്ല. വലാഹും യുൻഖദൂൻ അവർ രക്ഷപ്പെടുകയുമില്ല. അങ്ങനത്തെ ഒരവസ്ഥ മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്നു. ആ മനുഷ്യന്മാരും കൂടി നശിച്ചാൽ പിന്നെ ആരാ ഭൂമിയിൽ ഉണ്ടാകുക? ആരുണ്ടാകുമായിരുന്നില്ല. പക്ഷേ അവരെ നശിപ്പിക്കാതെ കപ്പലിൽ വഹിച്ച് ജൂതി പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി കപ്പൽ നങ്കൂരമിട്ട് അതിലവരിറങ്ങി വെള്ളം വറ്റി അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വീണ്ടും താമസമുറപ്പിച്ച് പെറ്റുപെരുകിയുണ്ടായതാണ് മനുഷ്യന്മാർ. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ കപ്പലിലുള്ളവരെ നാം നശിപ്പിക്കുമായിരുന്നു. നുഗരിഖുഹും വെള്ളത്തിൽ മുക്കിക്കൊല്ലുമായിരുന്നു. ഫലാ സരീഖ ലഹും അപ്പോൾ അവരെ സഹായിക്കാൻ വിളിച്ചു നിലവിളിക്കാൻ ആരുമില്ലാണ്. സരീഖ് എന്ന് പറഞ്ഞാൽ സഹായിക്കാനൊന്നും ആരുമില്ല. പിന്നെ വലാഹും യുൻഖദൂൻ അവരെ രക്ഷപ്പെടുത്തപ്പെടുന്നതുമല്ല, ആരും രക്ഷിക്കാനുണ്ടാവില്ല. പക്ഷേ ഇല്ലാ റഹ്മത്തം മിന്ന നമ്മുടെ റഹ്മത്ത് കൊണ്ടല്ലാതെ അവർ രക്ഷപ്പെട്ടില്ല. വമതാഅൻ ഇലാഹീൻ ഒരു അവധി വരെ ജീവിത സൗകര്യം നൽകിയത് കൊണ്ടും റഹ്മത്ത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. പിന്നെ വമതാഅൻ ഒരു ജീവിത സൗകര്യം, ഇലാഹീൻ ഒരവധി വരെ അല്ലാഹു തആല മനുഷ്യന് ജീവിക്കാൻ നൽകി. അപ്പോൾ ആ കപ്പലിൽ നിന്ന് ഇറങ്ങി വീണ്ടും ജീവിതം ആരംഭിച്ച മനുഷ്യന്മാർ തലമുറകളായി ഇങ്ങനെ ജീവിക്കുകയാണ്. ഓരോരുത്തർക്കും ഒരവധി ഉണ്ട്, ഒരു ഹീൻ. ഹൽ അത്താലൽ ഹിൻസാനി ഹീനും മിനദ്ദഹർ എന്ന് പറഞ്ഞല്ലോ, ഒരു ഹീൻ ഒരവധി. അത് മനുഷ്യൻ്റെ മൊത്തം അവധി ഖിയാമത്ത് നാളാണ്. പക്ഷേ നമുക്കൊക്കെ ഒരു ഹീനുണ്ട്. ആ ഹീന് വരെ മതാ ഒരു ജീവിത സൗകര്യമായി കൊണ്ടുമല്ലാതെ നാം ആ കപ്പലിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ മനുഷ്യന്മാർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ആ മനുഷ്യ ഉൽപ്പത്തി മുതൽ ചെയ്തു കൊടുത്ത സംഭവങ്ങളും അവൻ്റെ കൺമുമ്പിലുള്ള അവൻ്റെ കാലിൽ തട്ടുന്ന ഉണങ്ങിയ കൊതുമ്പ് മുതൽ ഭൂമിയിൽ മഴയും വെള്ളവും ചെടികളും പൂക്കളും ധാന്യങ്ങളും പലവർഗ്ഗങ്ങളും ഒക്കെ അള്ളാഹു മാത്രം നൽകുന്നതാണ്. നിങ്ങൾ എന്തുകൊണ്ട് നന്ദി ചെയ്യുന്നില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അപ്പോൾ നമുക്ക് കിട്ടിയ പാഠം ഇതാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ പടച്ചോൻ തരുന്നതാണ്. ആ പടച്ചോന് നന്ദി ചെയ്ത് ജീവിക്കണം. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.